നമസ്കാരം. കഴിഞ്ഞ ഒരു മാസം മുൻപ് വരെ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയമായിരുന്നു നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ സമാധി. ഒരു സമാധി ഉണ്ടാക്കിയ പുകില് ചില്ലറയൊന്നുമായിരുന്നില്ല. 2-3 ആഴ്ചയോളം ഗോപൻ സ്വാമിയുടെ സമാധി തന്നെയായിരുന്നു മാധ്യമങ്ങളിലെ പ്രധാന വാർത്തയും. എന്നാൽ സമാധി വിവാദം കെട്ടടങ്ങിയപ്പോൾ ഒരു പൂച്ചക്കുഞ്ഞു പോലും അവിടെ തിരിഞ്ഞു നോക്കിയില്ലെന്ന് മാത്രമല്ല, ഗോപൻ സ്വാമിയുടെ കുടുംബം വളരെ ദാരിദ്ര്യത്തിലാണ് കഴിയുന്നതെന്ന വിവരവും പുറത്തു വന്നിരുന്നു. കാരണം മകൻ പോറ്റിയൊക്കെയാണെങ്കിലും കുടുംബത്തിന്റെ പ്രധാന വരുമാന മാർഗം പശുക്കളായിരുന്നു. അത് വിറ്റുകിട്ടിയ കാശ് കൊണ്ടായിരുന്നു ഗോപൻ സ്വാമിയുടെ സമാധിത്തറയിൽ പ്രതിഷ്ഠിക്കാനുള്ള ശിവലിംഗത്തിന് ഓർഡർ നൽകിയത്. അതിനാൽ ആ വരുമാനവും ഇപ്പോൾ നിലച്ച മട്ടാണ്. ഇതിനിടയിൽ ഗോപൻ സ്വാമിയുടെ കുടുംബത്തിന്റെ അവസ്ഥ കണ്ട് ജീവിക്കാൻ 2 പശുക്കളെ വാങ്ങിക്കൊടുക്കാമെന്ന് അറിയിച്ചിരിക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. വാർത്താ സമ്മേളനത്തിൽ VSDP നേതാവ് വിഷ്ണുപുരം ചന്ദ്രശേഖറാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കാരണം പശുക്കൾ കൂടി പോയതോടെ ഗോപൻ സ്വാമിയുടെ വീട്ടുകാരുടെ വരുമാനം പൂർണ്ണമായും നിലച്ചിരുന്നു. കൂടാതെ ഗോപൻ സ്വാമി സമാധി ആയതല്ലെന്നും പണമുണ്ടാക്കാൻ പറഞ്ഞുണ്ടാക്കുന്നതാണെന്നും ആരോപണം ഉയർന്നിരുന്നു. അതിന് മറുപടി നൽകവെയാണ് വിഷ്ണുപുരം ചന്ദ്രശേഖർ സുരേഷ് ഗോപി പശുക്കളെ വാങ്ങി നൽകാമെന്ന് പറഞ്ഞ കാര്യം അറിയിച്ചത്. കൂടാതെ സമാധിയിൽ വരുന്ന വരുമാനം കുടുംബത്തിന്റെ ചെലവിന് വേണ്ടി ഉപയോഗിക്കില്ലെന്ന് ഗോപൻ സ്വാമിയുടെ മകൻ രാജസേനൻ പറയുന്നു. അത് ട്രസ്റ്റ് തന്നെ കൈകാര്യം ചെയ്യുമെന്നും ഉപജീവനത്തിനായി പശുക്കളുണ്ടെന്നും തങ്ങൾക്കത് മതിയെന്നുമാണ് മകൻ പറയുന്നത്. അതിനിടയിൽ നെയ്യാറ്റിൻകര ഗോപന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. ഗോപന് നിരവധി അസുഖങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ലിവർ സിറോസിസും വൃക്കകളിൽ സിസ്റ്റും കണ്ടെത്തിയിട്ടുണ്ട്. ഹൃദയ ധമനികളിൽ 75% ബ്ലോക്ക് ഉണ്ട്. മുഖത്തും മൂക്കിനും തലയിലുമായി 4 ചതവുകളും ഉണ്ടായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ ഇത് മരണകാരണമായിട്ടില്ലെന്നും രാസപരിശോധനാ ഫലം വന്നാലേ മരണകാരണം വ്യക്തമാകൂവെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം ഗോപന്റേത് സ്വാഭാവിക മരണമാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ നേരത്തെ വ്യക്തമായിരുന്നു. ജനുവരി 16-ാം തീയതിയാണ് കല്ലറയുടെ സ്ലാബ് മാറ്റി ഗോപന്റെ മൃതദേഹം പുറത്തെടുത്തത്. ഇരിക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. കൂടാതെ നെഞ്ചുവരി പൂജാദ്രവ്യങ്ങൾ മൂടിയ നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. കൂടാതെ കേസും കൂട്ടവും ഒതുക്കിയതോടെ അച്ഛന്റെ സംസ്കാര സ്ഥലം തീർത്ഥാടന കേന്ദ്രമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മക്കൾ. സംസ്കാര സ്ഥലത്ത് പൂജാരിയായ മകന്റെ നേതൃത്വത്തിൽ നിത്യവും പ്രാർത്ഥനയും പൂജകളും നടത്തുന്നുമുണ്ട്. പൂജാരിയായ മകൻ രാജസേനനാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. വൈകിട്ട് 6 മണിയോടെ തുടങ്ങുന്ന പൂജകൾ രാത്രിയിലും തുടരുന്നു. സമാധിയായ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ പേരിൽ വലിയ ക്ഷേത്രം ഉടൻ പണിയുമെന്നാണ് മകൻ പറയുന്നത്. തന്റെ അച്ഛൻ ഗോപൻ സ്വാമിയല്ലെന്നും ദൈവമാണെന്നുമാണ് മകൻ രാജസേനന്റെ വാദം. അതേസമയം വീട്ടുകാർ രഹസ്യമായി ഗോപൻ സ്വാമിയെ സമാധിയിരുത്തിയതിന് പിന്നാലെയായിരുന്നു വിവാദങ്ങൾ തുടങ്ങിയത്. ഒടുവിൽ വിഷയത്തിൽ കേരള പോലീസും ജില്ലാ ഭരണകൂടവും വരെ ഇടപെടേണ്ട സാഹചര്യമുണ്ടായി. സമാധി പീഠം പൊളിച്ച് ഗോപൻ സ്വാമിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുകയും പിന്നീട് വീണ്ടും ഗോപൻ സ്വാമിയെ സമാധിയിരുത്തുകയും ചെയ്തിരുന്നു. കാവുവിളാകത്തെ കൈലാസനാഥ ക്ഷേത്രത്തിന് സമീപത്തൊരുക്കിയ സമാധി പീഠത്തിലാണ് സന്യാസിമാരുടെയും ഹൈന്ദവ സംഘടന പ്രതിനിധികളുടെയും നേതൃത്വത്തിൽ സമാധിയിരുത്തിയത്. അതേസമയം നെയ്ത്ത് ജോലിയും ചുമട്ട് തൊഴിലും ചെയ്തിരുന്ന ആളാണ് ഈ ഗോപൻ സ്വാമി എന്നറിയപ്പെടുന്ന മണിയൻ എന്നയാൾ. മണിയൻ എന്ന ഗോപൻ സ്വാമി ആദ്യം താമസിച്ചിരുന്നത് അതിയന്നൂർ കാവുവിളാകത്ത് പ്ലാവിളയിലായിരുന്നു. ജീവിതം ആരംഭിച്ചത് ഒരു നെയ്ത്ത് തൊഴിലാളിയായിട്ടും പിന്നീട് ചുമട്ട് തൊഴിലാളിയായി മാറിയ അദ്ദേഹം ആറാലുമൂട്ടിലേക്ക് കുടുംബത്തിനൊപ്പം താമസം മാറി. ഇവിടെ ചുമട്ട് തൊഴിലാളിയായിട്ട് തന്നെയായിരുന്നു ഉപജീവനം കഴിച്ചത്. പിന്നീട് ആത്മീയ വഴിയിലേക്ക് മാറിയെന്നും പിന്നാലെ ഗോപൻ സ്വാമി എന്ന പേര് സ്വീകരിച്ചെന്നുമാണ് പറയപ്പെടുന്നത്.